ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുറുക്കത്തിലുള്ള ഒരു മീൻകറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഇഞ്ച് കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാള ചെറുത് 2-3 ചെറിയ സവാളയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളിയും പാടെ ചേർത്തിട്ടുണ്ട്. 1 സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വേപ്പിലയും പാടെ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഞാനൊരു മൺചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് വേപ്പിലയും പാടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ കടന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മസാലപ്പൊടികൾ കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ അരച്ച് വെച്ച ഇത് എണ്ണയിലേക്ക് ചേർത്തതിന് ശേഷം ആ അരവൊക്കെ നല്ലവണ്ണം എണ്ണയിൽ കടന്ന് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് അത് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ മിസ്സായി പോയതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം ലോക്കാക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ചെറിയ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ വത്തൽ മീൻ എന്നാണ് പറയുന്നത്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മെല്ലെ ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. നമ്മൾ മീൻ ഒരിക്കലും നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷവും അതേമാതിരി ഫ്ലെയിം ലോ ആക്കിയിട്ട് കുറേ നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പറ്റ ലോ ആക്കിയിട്ട് മീൻ വെന്ത ഉടനെ ഫ്ലെയിം ഒരിക്കലും ഓഫ് ചെയ്യരുത്. അപ്പം നമ്മളെ മീൻ കറിയുടെ ഒരു രുചി കിട്ടില്ല. നമ്മൾ പറ്റ ലോ ആക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് വേപ്പിലയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വേപ്പിലയും പാടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പാടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കുറേ നേരം ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മീൻ കറിയുടെ ഒരു രുചി വരുന്നത്. അപ്പം നമ്മൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കത്തിലുള്ള മീൻ കറിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നില്ലേ കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.